ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ബാംഗ്ലൂർ സ്നോ സിറ്റി പോയപ്പോഴത്തേക്കും എടുത്ത വീഡിയോ ആണ്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഈ സ്നോ സിറ്റി വരെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ എടുത്തായിരുന്നേ. നമ്മൾ ഈ ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നിയക്കുട്ടൻ ഈ സ്നോ സിറ്റിയിൽ വരണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പോയതൊരു വെനസ്ഡേ ആണ്. ഇവിടെ പൊതുവേ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 750 രൂപയാണ്. ഇവിടെ കുട്ടികൾക്ക് ഏജ് വെച്ചിട്ടല്ല കേട്ടോ ടിക്കറ്റ്, ഹൈറ്റ് വെച്ചിട്ടാണ്. 3 അടി തൊട്ട് ഹൈറ്റുള്ള പിള്ളേർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ, 750 രൂപ. പിന്നെ അവരുടെ സൈറ്റിൽ ഓൺലൈൻ വഴി നമ്മൾ ടിക്കറ്റ് എടുക്കുക ആണെങ്കിൽ അതും ചൊവ്വാഴ്ച നമ്മൾ ടിക്കറ്റ് ബുധനാഴ്ചത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്യുവാണെങ്കിൽ ടിക്കറ്റ് ഒരാൾക്ക് വന്നിട്ട് 500 രൂപയെ കൊടുക്കേണ്ട ആവശ്യമുള്ളേ. അതായത് ബുധനാഴ്ചകളിലുള്ള ഒരു ഓഫറാണ് കേട്ടോ. ചൊവ്വാഴ്ച ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുധനാഴ്ചത്തേക്ക് 500 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ അത് കാരണം ബുധനാഴ്ച നോക്കിയിട്ടാണ് കേട്ടോ പോയത്. ട്യൂസ്ഡേ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വെനസ്ഡേ ആണ് നമ്മൾ 3 പോയത്. പിന്നെ ഇവിടെ 10 സ്ലോട്ടാണ് ടൈമിങ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 8 മണി വരെ ഉണ്ട്. ഓരോരോ മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ സ്ലോട്ട്. 10 തൊട്ട് 11, 11 തൊട്ട് 12 അങ്ങനെയാണ് കേട്ടോ. രാത്രി 8 മണി വരെ. ഞങ്ങൾ 11 മണിക്കത്തെ സ്ലോട്ടാണ് എടുത്തത്, 11 തൊട്ട് 12 വരെ. പിന്നെ നമ്മളുടെ ആ ടൈം സ്ലോട്ടിൻ്റെ 15 മിനിറ്റ് മുമ്പ് അവർ നമ്മളെ വിളിക്കും. ഈ ജാക്കറ്റും പിന്നെ ബൂട്ടും ഗ്ലൗസും എല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇടാൻ വേണ്ടി ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. പിന്നെ കറക്റ്റ് 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അകത്ത് കയറാൻ പറ്റി. ഈ തണുപ്പെന്ന് വെച്ചാൽ അകത്ത് കയറുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു തണുപ്പാണ്. പിന്നെ ആ കയറിയ ഉടനെ തന്നെ ആദ്യമേ നിയക്കുട്ടൻ മഞ്ഞുവാരി എറിയായിരുന്നു കേട്ടോ. കുറേ നേരം അവൾ അവിടെ നിന്ന് മഞ്ഞുവാരി എറിയായിരുന്നു. പിന്നെ ആ സമയത്ത് ഹസ്ബൻഡ് സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ആ ഷീറ്റും എടുത്തുകൊണ്ട് പോയി. ആളിങ്ങനെ വന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഒന്ന് കയറണമെന്ന് കരുതി ഞാൻ. പക്ഷേ ആ സാധനം എടുത്തില്ല. ഈ ടയർ പോലത്തെ സംഭവമാണ് എടുത്തത്. നേരെ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോളിൽ നിന്ന് ആളിങ്ങനെ കറക്കിയാണ് കേട്ടോ. ആദ്യം ഇത്തിരി പേടിച്ചെങ്കിലും പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാനും നിയക്കുട്ടനും കൂടെ ഇങ്ങനെ പുകയൂതി കളിക്കുകയാണേ മഞ്ഞ്. പിന്നെ അവളെയും കൊണ്ട് ഇങ്ങനെ സ്ലൈഡിൽ കയറാൻ കരുതി. ഒറ്റയ്ക്ക് വീണാൽ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ മഞ്ഞ് നല്ല ഹൈറ്റിലായത് കാരണം വീഴണ്ടെന്ന് കരുതി ഞാനും കൂടെ ഇരുത്തിയിട്ടാണ് കയറിയത്. അങ്ങനെ 11 തൊട്ട് 12 മണി വരെ ആയിരുന്നു നമ്മളുടെ സ്ലോട്ട്. പക്ഷേ ഏകദേശം ഒരു 11:45 നിയക്കുട്ടൻ നല്ല തണുക്കാൻ തുടങ്ങി, ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അകത്തുനിന്ന് ഹോട്ട് ചോക്ലേറ്റും ചായയൊക്കെ കുടിച്ചു. എന്നാലും ആൾക്ക് തണുപ്പ് കാരണം നമ്മൾ പിന്നെ വെച്ചുകൊണ്ട് നിന്നില്ല, പുറത്തിറങ്ങിയാൽ പിന്നെ കാലൊക്കെ ചൂടാക്കാനുള്ള ഒരു മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കാലെല്ലാം ചൂടാക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഒരു ഫോട്ടോ കളക്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയം തൊട്ട് ഒരു ഫോട്ടോഗ്രാഫർ കൊടുക്കണം. ഒന്നല്ല 2-3 പേരുണ്ട്. അപ്പോൾ നമ്മളടുത്ത് നിന്നിട്ട് ഓരോ പോസും പറഞ്ഞു തന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാൻ പറയുവേ. അല്ലാതെ ക്യാൻഡിഡ് ക്ലിക്സും അവരെടുക്കും. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എത്ര ഫോട്ടോ എടുത്തോ ആ ഫോട്ടോ ഫുള്ള് നമുക്ക് കാണിച്ചു തരും കേട്ടോ. അത് വേണമെന്നുള്ളവർക്ക് നമുക്ക് സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പി ആയിട്ടും വാങ്ങിക്കാം, ഫ്രെയിം ചെയ്തും വാങ്ങിക്കാമേ. ഫ്രെയിം ചെയ്ത് വാങ്ങുന്നതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രെയിം ഒന്നും വാങ്ങിയില്ല, പക്ഷേ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി വാങ്ങിച്ചായിരുന്നേ. നമ്മളുടെ മെയിലിലോട്ട് തന്നെ അവർ അയച്ചു തന്നായിരുന്നു. എത്ര ഫോട്ടോ ഉണ്ടെങ്കിലും നമ്മൾ 1200 രൂപയാണ് പേ ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കഫേ ഉണ്ട്. കുറേ മെനു എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ചോദിക്കുന്ന സാധനം ഒന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു പോപ്കോൺ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇപ്പം നിയക്കുട്ടൻ്റെ കാലിലെ തണുപ്പെല്ലാം മാറി ആൾ നല്ല ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ.